കേരം തിങ്ങും കേരളനാടിൻ്റെ 64ാമത് പിറന്നാളിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി വരിഞ്ഞം KKPM UPS ഒരുക്കുന്ന ഹ്രസ്വ വീഡിയോ കേരള ചരിത്രം ഓർമ്മകളിലൂടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം. ഇന്ന് നവംബർ 1 കേരള പിറവി ദിനമാണ്. 1956 നവംബർ 1 കേരളം പിറവിയെടുത്തതെന്ന് നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ദിനത്തിൽ കേരള പിറവിക്ക് മുമ്പും പിമ്പുമുള്ള വിശേഷങ്ങൾ നിങ്ങൾ എല്ലാ പേരും അറിഞ്ഞിരിക്കണം. വരിഞ്ഞം KKPM UP സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ വിനോദ് സാർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ട് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ എല്ലാ പേരും കുറിച്ചെടുക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ പിറവിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ധാരാളം ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പരശുരാമൻ പണ്ട് ഗോകർണത്തു നിന്ന് തെക്കോട്ട് തൻ്റെ മഴു എടുത്ത് എറിഞ്ഞപ്പോൾ ആ മഴു വന്ന് വീണ കന്യാകുമാരി വരെയുള്ള പ്രദേശം കടൽ മാറി കരയായി എന്നാണ് നമ്മൾ എല്ലാ മലയാളികളും കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം. കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ചരിത്രം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചറിയണ്ടേ? കേരളപ്പിറവിയുടെ ചരിത്രം നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? 1947 ആഗസ്റ്റ് 15 ചുവപ്പുകോട്ടയിൽ വെച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യ എന്ന ഒരൊറ്റ വികാരം സാക്ഷാത്കരിച്ചതായി പ്രഖ്യാപിക്കുമ്പോഴും 600ഓളം നാട്ടുരാജ്യങ്ങളുടെ കൂട്ടം മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. അതിൽ 3 ഇങ്ങ് തെക്കേയറ്റത്തായിരുന്നു. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലെ ഒരു ജില്ല മാത്രമായിരുന്ന മലബാറും ദക്ഷിണ കാനറയിലെ കാസർഗോഡുമൊക്കെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാകാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്ന് ദിവാൻ CP രാമസ്വാമി വാശി പിടിച്ചു. KCS മണിയുടെ ആക്രമണത്തെ അതിജീവിച്ച CP രാമസ്വാമി തിരുവിതാംകൂർ വിട്ടതോടെ തിരുവിതാംകൂറും ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. 1949 ജൂലൈ 1 കൊച്ചിയുമായി ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോഴും മലബാർ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനർനിർണയത്തിനായി നിയോഗിച്ച കമ്മീഷൻ 1955 സമർപ്പിച്ച റിപ്പോർട്ടിൽ കേരളമെന്ന സംസ്ഥാനത്തിന്റെ ആദ്യ ഔദ്യോഗിക രേഖയുണ്ടായിരുന്നു. 3 ചിതറിക്കിടന്ന മലയാളം സംസാരിക്കുന്ന ഭൂപ്രദേശങ്ങളെ ഫസൽ അലി കമ്മീഷൻ ഒരൊറ്റ രേഖയ്ക്കുള്ളിൽ വരച്ചിട്ടു. ദക്ഷിണ കാനറയിലെ കാസർഗോഡും മലബാറും കന്യാകുമാരി ഒഴികെയുള്ള തിരുക്കൊച്ചിയും. ഭരണഘടനയുടെ 7ാം ഭേദഗതിക്കൊപ്പം സംസ്ഥാന പുനർനിർണയ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 1956. അക്കൊല്ലം നവംബർ 1 15,000 ചതുരശ്ര മൈൽ വിസ്തീർണത്തിൽ അറബിക്കടലിനോട് ചേർന്ന് നെടുനീളത്തിൽ കേരളം രൂപം കൊണ്ടു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരന്മാർ കേരളത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ധാരാളം സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട്. അതിൽ എന്നും മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്നതാണ് P. ഭാസ്കരൻ മാഷിൻ്റെ മാമലകൾക്കപ്പുറത്ത് മരതക പട്ടെടുത്ത് എന്ന് തുടങ്ങുന്ന വരികൾ. ആ വരികൾ നമുക്കൊന്ന് കേട്ടാലോ? മാമലകൾക്കപ്പുറത്ത് മരതക പട്ടെടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടെടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കാടും തൊടികളും കനക നിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. കാടും തൊടികളും കനക നിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. കായലും പുഴകളും കതിരണി വയലിന് കഥവിട്ട് ചിരിക്കും ആ ദേശത്ത്. കായലും പുഴകളും കതിരണി വയലിന് കഥവിട്ട് ചിരിക്കും ആ ദേശത്ത്. തെങ്ങിൻ തണലത്ത് താമര കടവത്ത് കിളിക്കൂട് പോലൊരു വീടുണ്ട്, കൊച്ചു കിളിക്കൂട് പോലൊരു വീടുണ്ട്. കേരള ചരിത്രത്തിൽ നവോത്ഥാന നായകന്മാരുടെ പങ്ക് വളരെ വലുതാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ഒക്കെ വഹിച്ച പങ്കിനെപ്പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭ്രാന്താലയമായിരുന്ന കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കിയതിൽ അവരുടെ പങ്ക് വളരെ വലുതാണ്. അത് നമുക്കൊരിക്കലും
വിസ്മരിക്കാൻ കഴിയില്ല. ആ കാലഘട്ടത്തിലെ അനാചാരങ്ങളിലെ ഒരു ലഘുചരിത്രം ഒന്ന് നോക്കാം. കേരളം ചെറുതല്ല എന്ന് തുടങ്ങുന്ന വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ വരികൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരളം ഒരു കാര്യത്തിലും ചെറുതല്ല എന്ന് പറയുന്ന ആ വരികൾ ഒന്ന് നമുക്ക് കേട്ടാലോ? കേരളം ചെറുതല്ല, ഭിന്നമാമതങ്ങൾക്കു താവളം കലാപര സംസ്കാര സേവാദളം. കേരവും മന്ദാരവും പൂകവും പുന്നാകവും കേവലം ചുവടൊത്തു നിൽക്കുമീ മലനാട്ടിൽ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരും നീതെത്രയോ ശതാബ്ദമായി. അവർ തൻ സഹോദര നിർവിശേഷമാം സ്നേഹം നിവരെ പൊൻപൂക്കളായി സൗരഭ്യം പൊഴിക്കുന്നു. തെച്ചിയും ചേമന്തിയും ചെമ്പരത്തിയും ചാരേ പിച്ചകച്ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. 1956 നവംബർ 1 കേരളം പിറവിയെടുത്തെങ്കിലും 1957 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ലോകത്തിലാദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്തത്
EMS അഥവാ EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ ഗവൺമെൻറ് ഭൂമിയില്ലാത്തവന് ഭൂപരിഷ്കരണ നിയമത്തിലൂടെയും എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാനായി വിദ്യാഭ്യാസ നയത്തിൽ അടിമുടി മാറ്റവും വരുത്തി. ആ മാറ്റങ്ങളാണ് നാം ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ അടിസ്ഥാനം. കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ കേരളപ്പിറവിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ എല്ലാം നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നിങ്ങൾക്കും ഇനി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താം. ആ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് കേരളത്തിൻ്റെ ഒരു ചരിത്ര രചന നടത്തിയാലോ? അങ്ങനെ നടത്തുന്ന രചന നിങ്ങളുടെ ക്ലാസ് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. അതിൽ ഏറ്റവും മെച്ചപ്പെട്ടതിന് ഒരു പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കും. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ഒഴുകും കാട്ടരുവികൾ, പൊന്നണിഞ്ഞ വയലുകളും, കടലലവും വയ്ക്കുമെൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. വയൽ പാടങ്ങൾ കതിരണിയും കാലത്ത്, പെണ്ണാൾ കൊയ്ത്തരി വാളുമേന്തി നിരന്നു നീങ്ങുന്നു. കുഞ്ചവയൽ പാടങ്ങൾ കതിരണിയും കാലത്ത്, പെണ്ണാൾ കൊയ്ത്തരി വാളുമേന്തി നിരന്നു നീങ്ങുന്നു. മലനാടും സഖികളും തിരയും തീരവും ഒന്നു ചേർന്നു കൈകൾ കോർക്കുമെൻ്റെ കേരളം. മലനാടും സഖികളും തിരയും തീരവും ഒന്നു ചേർന്നു കൈകൾ കോർക്കുമെൻ്റെ കേരളം. ഓ ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. തമ്പുരാൻ എഴുന്നള്ളും നാടിത്, കേരം തേൻകുടത്താലവുമേന്തി നിരന്നു നിൽക്കുന്നു. മാവേലി